ഹായ് ഓൾ, ഞാനിന്ന് സൂപ്പർ ബോട്ടത്തിൻ്റെ പാഡഡ് അണ്ടർവെയറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഐറ്റം. നിങ്ങൾ ഒരുപാട് ആഡ്സിലും അതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും റിവ്യൂസും ഒക്കെ ഉണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ. ഇത് പൊട്ടി ട്രെയിനിങ്ങിന്, ബേബീസിന് പൊട്ടി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയപ്പർ ഫ്രീ ടൈമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് ഒരിക്കലും നമ്മളൊരു ഡയപ്പറിന് പകരമായിട്ട് കണക്കാക്കരുത്. ഓക്കെ, ഇപ്പോൾ ആമിക്കൊരു 1.5 ഇയേഴ്സ് കഴിഞ്ഞു, അവൾക്ക് 2 ഇയേഴ്സ് ആവാറായി. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. സോ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി, അവളിപ്പോൾ ചെറുതായ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം ആ ടൈമിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അറിയില്ല എനിക്ക് ചിച്ചു വയ്ക്കാണ്ട് അല്ലെങ്കിൽ അപ്പിടാണ്ട് എന്നൊന്നും പറയാനുള്ള ഒരു ടൈം അവരായിട്ടില്ല. ഇപ്പോൾ അവൾ ഏകദേശം അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് പോട്ടി ട്രെയിനിങ് തുടങ്ങാറുള്ള സമയമായിട്ടുണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇങ്ങനെ ഭയങ്കര നല്ല കുറേ പ്രിൻസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ 2 ഉള്ളൊരു സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 2 3 ഒക്കെ ഉള്ള സെറ്റ് ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. കാരണം ഞാൻ 2 വാങ്ങിക്കാനുള്ള കാരണം അവൾക്കിത് ഓക്കെ ആവോ, ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സോ ഇത് യൂസ് ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അതിൽ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഒരു പ്രിൻ്റ് ഇതാണ്. മറ്റു പ്രൊഡക്റ്റ് അവൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അതുപോലെ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ ഡ്രൈ ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ഒരു മെറ്റീരിയൽ. ദെൻ ബേബീസിന് ഒരു ഡ്രൈ ഫീലും ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റാണ്. അവർക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ദെൻ 100% കോട്ടൺ ആണ്, അത് അവർ അതിൽ പറയുന്നുണ്ട്. 100% കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഔട്ട്സൈഡ് ലെയർ ഫുള്ളി വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, ഒരു സെമി വാട്ടർ പ്രൂഫാണ്. ഒരു 1 പി ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ആമിക്കൊരു 1 and 2 ടൈമൊക്കെ അവളതിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ലീക്ക് തുടങ്ങും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടെ ഇങ്ങനെ ലീക്കായതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞത് ഭയങ്കര ജെൻറ്റിലാണ്, ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് റെഡ്നെസ്സോ അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് യൂസ് ചെയ്തതിൽ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേബീസിൻ്റെ വേസ്റ്റ് സൈസും അതുപോലെ തൈൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് സൈസിൻ്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 0 to 3 വരെയാണ് സൈസ് ഉള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ആമിക്ക് 3 ആണ് സൈസ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതവൾക്ക് ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ബേബീസിൻ്റെ സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. സോ ഇതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളിത് ഡയപ്പറിന് പകരമായിട്ട് വാങ്ങിക്കരുത് കേട്ടോ. ലൈക്ക് ഇപ്പം നമ്മൾ ബാക്കി ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഫുള്ള് യൂസ് ചെയ്യാം, അങ്ങനെയുള്ളൊരു തോട്ടിൽ നമ്മളിത് ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല. കാരണം നമ്മൾ ബേബീസ് നൈറ്റ്, ഇപ്പോൾ ആമിയാണെങ്കിൽ നൈറ്റ് നന്നായി യൂറിനേറ്റ് ചെയ്യുന്ന ആളാണ്. അവൾ നന്നായി വെള്ളം കുടിക്കും, രാവിലെയും ഒക്കെ പകലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. ആ കാരണം കൊണ്ട് അവൾക്ക് ഫുൾ ടൈം യൂറിൻ പാസ് ചെയ്യാനേ ടൈമുള്ളൂ. സോ അവൾക്കൊന്നും ഒരിക്കലും ഇത് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പൊട്ടി ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഡയപ്പർ ഫ്രീ ടൈം ഉദ്ദേശിച്ച് മാത്രമേ ഇത് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. ദെൻ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ ഓൺലൈൻ സൈറ്റിലും അവൈലബിൾ ആണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓഫർ പ്രൈസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 446 എന്തോ ആണ് പ്രൈസ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ഞാൻ 2 സെറ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 3 സെറ്റും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബേബീസിൻ്റെ സൈസും അതുപോലെ എത്രണ്ണം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്. ഒരിക്കലും ഇത് ഡയപ്പറിന് പകരമായിട്ട് നിങ്ങൾ വാങ്ങിക്കരുത്. നിങ്ങളുടെ ബേബീസിന് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ, ലൈക്ക് ഇപ്പോൾ ബേബീസ് എനിക്ക് ചീച്ചി ഒഴിക്കാനുണ്ട് അല്ലെങ്കിൽ അപ്പിടാനുണ്ട് എന്നൊക്കെ പറയുന്നൊരു ടൈം വരുമല്ലോ, അവർക്കത് പറയാം എന്നുള്ളൊരു ടൈം വരുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. കാരണം അവർ ഒരു പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചെറിയ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് പാൻറ്റീസ് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ളൊരു കേസിൽ നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം അവർ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് കുറവായിരിക്കും. അവർ പറയുന്നുണ്ടാവും, ബട്ട് അറിയാണ്ട് അവർക്ക് തന്നെ യൂറിൻ പോയി പോവും പാൻറ്റീസിലൊക്കെ. ആ സമയത്ത് നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ആമിക്ക് ഇതുപോലെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ
ആ ഒരു കാര്യത്തിൽ എനിക്ക് ഓക്കെ ആണിത്. ഒരിക്കലും നമുക്കൊരു ഡയപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡയപ്പർ മാറ്റണം, നമുക്കിനി ഡയപ്പർ പതുക്കെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ബെഡിൽ ഇപ്പോൾ ബേബീസ് നമുക്കറിയാം, അവർ ബെഡിലൊക്കെ കയറി നിന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ബെഡിലൊക്കെ യൂറിൻ പാസ് ചെയ്ത് പോകുമോ എന്നൊക്കെ. അപ്പോൾ അറിയാണ്ട് പോയാലും ഇപ്പോൾ ഒരു വൺ ടൈം പോയാലും കുഴപ്പമില്ല, നമുക്കിത് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇപ്പോൾ പൊട്ടി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് മൂത്രം ഒഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഇട്ട് കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ ഒരു 1 യൂറിനൊക്കെ ഇതിൽ പാസ് ചെയ്താലും നമുക്ക് പ്രോബ്ലം ഇല്ല, വീണ്ടും നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ദെൻ വാഷ് ചെയ്യാനും സിമ്പിളാണ്. നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈൽഡ് ഡിറ്റർജൻറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാം. ബട്ട് മഴയത്തൊക്കെ ഇത് ഉണക്കിയെടുക്കാൻ പാടായിരിക്കും. എന്നാലും വെയിലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര കംഫർട്ടാണ് ഇത് ബേബീസിന് യൂസ് ചെയ്യാനായിട്ട്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ന്യൂ പാരൻസിനൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ന്യൂ പാരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.